എന്താണ് ടാബ്ലോ? ടാബ്ലോ എന്ന് പറയുന്നത് ഒരു ഡാറ്റ വിഷ്വലൈസേഷൻ ടൂൾ ആണ്. അപ്പം ടാബ്ലോ എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് എന്താണ് ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് നോക്കാം. ഓക്കെ, ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലുള്ള ഒരു ഡാറ്റയെ പിക്ടോറിയൽ ഫോം അല്ലെങ്കിൽ ഗ്രാഫിക്കൽ ഫോമിലേക്ക് മാറ്റുന്നതിനെയാണ്. അതായത് പല ചാർട്ട് ഗ്രാഫ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഫൈനൽ ആയിട്ട് ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റാസിനെ നമുക്ക് ഈസിലി ഡൈജസ്റ്റബിൾ വിഷ്വൽസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു ഡാറ്റ വിഷ്വലൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ അധികം ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ വരുന്ന ഒരു ടൂളാണ് ടാബ്ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു 4 ടേബിൾസ് കാണാം. ഈ 4 ടേബിൾസ് ഉള്ള ഡാറ്റയെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ അധികം ക്ലാരിറ്റി കിട്ടുന്നില്ല എന്താണെന്നുള്ളത്. പക്ഷെ ഇതിനെ ഗ്രാഫിക്കൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അതിലുള്ള പാറ്റേൺസും ട്രെൻഡ്സ് ഒക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഡാറ്റ വിഷ്വലൈസേഷന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡാറ്റ വിഷ്വലൈസേഷന്റെ സ്റ്റെപ്സ് ആണ്. ആദ്യം നമ്മൾ ഡിഫറെന്റ് സോഴ്സിൽ നിന്ന് ഡാറ്റയെ കണക്ട് ചെയ്യുന്നു. ഡിഫറെന്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഡാറ്റ പല സോഴ്സിൽ നിന്നായിരിക്കും കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ എക്സൽ ഫയലിൽ നിന്ന് കിട്ടും, CSV ഫയല് അല്ലെങ്കിൽ SQL, അങ്ങനെ ഡിഫറെന്റ് സോഴ്സിൽ നിന്നായിരിക്കും നമുക്ക് ഡാറ്റയെ കിട്ടുന്നത്. അപ്പോൾ ഡിഫറെന്റ് സോഴ്സിൽ നിന്ന് നമ്മൾ ഡാറ്റയെ കണക്ട് ചെയ്യുന്നു, ദെൻ എന്താ അനലൈസ് ചെയ്യുന്നു, അതിനുശേഷം വിഷ്വലൈസ് ചെയ്യുന്നു. ഈ ഒരു സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ടാബ്ലോ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ടാബ്ലോ എന്ന് പറയുന്നത് ഒരു ഡാറ്റ വിഷ്വലൈസേഷൻ ടൂൾ ആണെന്നുള്ളത്. അതായത് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്പേഴ്സിനെ അല്ലെങ്കിൽ റോ ഡാറ്റയെ ഗ്രാഫിക്കൽ ഫോർമാറ്റിലേക്ക് അല്ലെങ്കിൽ ഡാഷ്ബോർഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടാബ്ലോ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ കയ്യിലുള്ള ടേബിൾ ഫോർമാറ്റിലുള്ള ഒരു ഡാറ്റയെ നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ചാർട്ടും ഗ്രാഫൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടാബിൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്താ നമ്മൾ ഡാറ്റയെ അനലൈസ് ചെയ്യാനും അതുപോലെ ഇൻസൈറ്റ്സ് ഷെയർ ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. ഇതുവഴി നമുക്ക് ട്രെൻഡ്സും പാറ്റേൺസ് ഒക്കെ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാനും ഡിസിഷൻസ് ഫോം ചെയ്യാനൊക്കെ പറ്റുന്നു. ഇനി എങ്ങനെയാണ് നമുക്ക് ടാബ്ലോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക? ഇവിടെ ഓൾറെഡി ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടാബ്ലോ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ക്രോം അതുപോലുള്ള ബ്രൗസറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നോക്കുന്നത് എന്തിനാണ് ടാബ്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടാബ്ലോന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ്. അപ്പം മൊബൈൽ ഫ്രണ്ട്ലി ആണ്, നമുക്ക് ഈസി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, പിന്നെ ലോ കോസ്റ്റ് ആണ്, നമുക്ക് ഫ്രീ ആയിട്ടും നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഹൈ പെർഫോമൻസ് ആണ് ഉള്ളത്, ഈസി ആയിട്ട് യൂസ് ചെയ്യാം, അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് ടാബ്ലോനുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ടാബ്ലോന്റെ ഡെസ്ക്ടോപ്പ് ആണ്. നമ്മൾ ടാബ്ലോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഡാറ്റയെ ടാബ്ലോയിലേക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഒരു ഇന്റർഫേസ് ആണ് ഇത്. അപ്പൊ ഇതിനെ നമ്മൾ ടാബ്ലോ ഡാഷ്ബോർഡ് എന്നാണ് പറയുന്നത്. ഇതിലപ്പം ടൂൾ ബാർ വരുന്നുണ്ട്, അതുപോലെ ഡാറ്റ പെയിൻ വരുന്നുണ്ട്. അതിൽ നമ്മളുടെ ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റാസ് ആണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് വർക്ക് സ്പേസ് വരുന്നുണ്ട്. അതിൽ തന്നെ ഡാഷ്ബോർഡ്, ഷീറ്റ്, സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ വരും. നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നത് മാർക്സ് കാർഡ് ആണ്. ഇതിൽ നമുക്ക് നമ്മളുടെ ഡാറ്റയിലെ കോളംസിനെ കളറ്, സൈസ്, ലേബൽ കൊടുക്കണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ. നെക്സ്റ്റ് കോളംസും റോസും. ഇപ്പൊ നമ്മളൊരു ഗ്രാഫ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൽ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടാവും. അപ്പോൾ കോളംസ് ഏതാണ് വേണ്ടത്, റോസ് ഏതാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ തിരഞ്ഞെടുക്കാൻ പറ്റും. ദെൻ പിന്നെ വരുന്നത് ക്യാൻവാസ് ആണ്. നമ്മളിവിടെ കൊടുക്കുന്ന ആ ഒരു ഫീൽഡിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് ഈ ഒരു ക്യാൻവാസിലായിരിക്കും. ഷീറ്റ് 1 എന്നുള്ള ആ ഒരു ക്യാൻവാസിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതാണ് ടാബ്ലോന്റെ ഡാഷ്ബോർഡ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡയമെൻഷൻസ് ആൻഡ് മെഷേഴ്സ് ആണ്. അതായത് നമ്മളിപ്പോ പറഞ്ഞു ഒരു ഡാറ്റയെ നമ്മൾ ടാബ്ലോന്റെ അകത്തേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഡാറ്റയെ ടാബ്ലോ തന്നെ ഡയമെൻഷൻ ബേസിലും മെഷേഴ്സ് ബേസിലും കൺവേർട്ട് ചെയ്യുന്നുണ്ട് കോളംസിനെ. അതിൽ ആ ഡാറ്റയിലുള്ള കോളംസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഡയമെൻഷൻസും മെഷേഴ്സും. അപ്പം ഡയമെൻഷൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നതൊക്കെ ഡയമെൻഷൻസ് ആണ്. ഓക്കെ, അതില് കുറച്ചും കൂടി കൂടുതൽ ടെക്സ്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും ഡയമെൻഷൻസിൽ വരുന്നത്. ഇനി മെഷേഴ്സ് നോക്കുമ്പോൾ എന്താ ഗ്രീൻ കളർ ആയിട്ടാണ് വരുന്നത്. അതൊക്കെ എന്താ